ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി പുളി എന്നൊക്കെ പല സ്ഥലത്തും പറയും. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇന്ന് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തത്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ വീതം ഉഴുന്ന്, കടുക്, ഉലുവ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുളിയിഞ്ചി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുളിയിഞ്ചിന്നും ഇഞ്ചി പുളി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ സദ്യയുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റമാണ് നമ്മുടെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി പുളി. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവയും ഉഴുന്നും. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒത്തിരി സമയം പിടിക്കും. നമ്മളൊന്ന് വഴറ്റി കുറച്ച് നല്ലോണം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഈ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു 10 സെക്കൻഡ് ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയിഞ്ചി തൊട്ടുകൂട്ടാനാണല്ലോ, അപ്പം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം. നന്നായിട്ട് കുറുകി കണ്ടോ, ഇപ്പം തന്നെ ഒരുവിധം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നന്നായിട്ട് കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് നമ്മൾ പുളിയിഞ്ചി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. നല്ല എരിവ്, പുളി, മധുരം എല്ലാം കൂടി ഒരു കൃത്യമായ അളവിൽ ചേർന്ന അടിപൊളി രുചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം എന്താ പറയുക, നല്ല ഉണങ്ങിയ കുപ്പികളിൽ വായു കടക്കാതെ നന്നായിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.